ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ജനിക്കുന്നത് 1878 ഈ കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. And he was called Madan Mohan Malavya by Sardar K.M. Panikkar, and Dr. Rajendra Prasad called him Bharata Kesari, and he was the founder of NSS. NSS 1914 ഒക്ടോബർ 31 ആണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ ഫൗണ്ട് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ, അതായത് NSSൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് പെരുന്നയിലാണ്. NSSൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. NSS ഇസ് ബേസ്ഡ് ഓൺ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റീൻ്റെ ബേസിലാണ് ഈ NSS രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ദെൻ ഫേസ്റ്റ് കോളേജ് ഓഫ് NSS ചങ്ങനാശ്ശേരിയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് NSS യോഗം തട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വെച്ചാണ് നടത്തിയിട്ടുള്ളത്. ഫേസ്റ്റ് NSS സ്കൂളിൽ കറുകച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിൽ 1916 ഓപ്പൺ ആവുന്നത്. ദെൻ നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാ വിഭാഗക്കാർക്കും അദ്ദേഹം ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. അത് എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഹി ഓപ്പൺഡ് ഹിസ് ടെമ്പിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയിട്ടും അദ്ദേഹം എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ഓപ്പൺ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇൻ 1921 അദ്ദേഹത്തിന് ശ്രീമൂലം പ്രഭസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ദെൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. ദെൻ 1947 മുത്തുകുളം സ്പീച്ച് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഗാന്ധിജി അദ്ദേഹത്തിനെ വൈക്കം സത്യാഗ്രഹം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സവർണ ജാഥ നയിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഈ സവർണ ജാഥ എന്ന് പറയുന്നത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ട്രാവൻകൂർ വരെയായിരുന്നു. കണ്ടക്ട് ചെയ്യാൻ അഡ്വൈസ് ചെയ്തത് മഹാത്മാഗാന്ധി ആയിരുന്നു. എന്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? വൈക്കം സത്യാഗ്രഹയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ട്രാവൻകൂർ ദേവസ്വം ബോർഡിലെ ആദ്യത്തെ പ്രസിഡൻറ്റ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു അദ്ദേഹം. ദെൻ NSSൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ആസ് വെൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ്റും ആയിരുന്നു. ദെൻ 1949 അദ്ദേഹം ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറും ആയിട്ടുണ്ട്. ദെൻ വിമോചന സമരം, അതായത് ലിബറേഷൻ മൂവ്മെൻറ്റ് അദ്ദേഹം EMS മിനിസ്ട്രിക്കെതിരെ 1959 ജൂൺ 12 നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിമോചന സമരം എഗെയിൻസ്റ്റ് EMS മിനിസ്ട്രി. ഓർത്ത് വെക്കണം, നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അല്ലാതെ ചുമ്മാ അങ്ങനെ കേട്ട് പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല. ഒരു ബുക്കും പേനയും എടുത്തിട്ട് ഞാൻ പറയുന്ന പോയിൻറ്റ്സൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ദെൻ ഇനി പറയാനുള്ളത്, ഹി ഓൾസോ കണ്ടക്റ്റഡ് ജീവശിഖ മാർച്ച് ഫ്രം അങ്കമാലി ടു ട്രാവൻകൂർ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം. അങ്കമാലിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള ജീവശിഖ മാർച്ച് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഈ വിമോചന സമരത്തെ ഫേവർ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ അതും നിങ്ങൾ ഓർത്ത് വെക്കുക. ജീവശിഖ മാർച്ച് ഈ ലിബറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ഫേവർ ചെയ്ത് നടന്ന ഒരു മാർച്ചാണ്. അത് അങ്കമാലി ടു ട്രിവാൻഡ്രം വരെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു വിമോചന സമരം അല്ലെങ്കിൽ ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മന്നത്ത് പത്മനാഭൻ അതിന് ലീഡറായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ലോഗൻ, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എന്ന് തന്നെ പറയാം. അതാണ് എൻ്റെ ദേവനും ദേവിയും NSS ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്ത് വെക്കുക. ചിലപ്പോൾ എക്സാം ചോദിക്കും, എൻ്റെ ദേവനും ദേവിയും NSS ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡർ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക്
മിസ്സാവരുത്, അത് മന്നത്ത് പത്മനാഭനാണ്. ദെൻ ഹി സ്പോക്ക് മലയാളം ഇൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻ BBC. BBC-യിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ദെൻ ആർ ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ദ ഹെൽപ്പ് ഓഫ് ഹിം, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇവർ റേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ റെമിനിസൻസ് ഓഫ് മൈ ലൈഫ് എന്നാണ് ആ ഒരു ഓട്ടോബയോഗ്രഫീൻ്റെ നെയിം വരുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഹിസ് വർക്ക്സ്, സം ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര, സ്നേഹലത. സ്നേഹലത എന്ന് പറയുന്നത് ഒരു നോവലാണ്. സോ അദ്ദേഹത്തിൻ്റെ വർക്ക്സും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ ഇത്രയാണ് മന്നത്ത് പത്മനാഭനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ. സോ എന്താണ് ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞത്, 1878 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1878 to 1970 വരെ ആയിരുന്നു. ദെൻ ഹി വാസ് കോൾഡ് ആസ് മദൻ മോഹൻ മാളവ്യ ആൻഡ് ഭാരതകേസരി. ഭാരതകേസരി എന്ന് അദ്ദേഹത്തിനെ വിളിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതേപോലെ മദൻ മോഹൻ മാളവ്യ എന്ന് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നാമം അദ്ദേഹത്തിന് നൽകിയത് സർദാർ KM പണിക്കറായിരുന്നു. ഓർത്ത് വയ്ക്കുക. ദെൻ അദ്ദേഹം 1914 ഒക്ടോബർ 31 NSS ഫൗണ്ട് ചെയ്തു. അതിന് ഹെഡ് ക്വാർട്ടർ വരുന്നത് പെരുന്നയിലാണ്. അതിന് ഫസ്റ്റ് പ്രസിഡൻറ്റ് K കേളപ്പനും ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മാറിപ്പോകരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ NSS എന്ന് പറയുന്നത് എന്താണ്, സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റീൻ്റെ ബേസിൽ ഫൗണ്ട് ചെയ്തൊരു സംഭവമാണ്. അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഓൺ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. NSS എന്താണ് നമുക്കറിയാമല്ലേ, നായർ സർവീസ് സൊസൈറ്റിയാണ് NSS എന്ന് പറയുന്നത്. ഫൗണ്ട് ചെയ്ത വർഷം മറക്കരുത്, 1914 ഒക്ടോബർ 31, 1914 ഒക്ടോബർ 31. ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റീൻ്റെ ബേസിസിലാണ് NSS രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അദ്ദേഹം തൻ്റെ കുടുംബക്ഷേത്രം എല്ലാ വിഭാഗക്കാർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അത് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനൊക്കെ ഒരുപാട് നമുക്കറിയാമല്ലോ, താഴ്ന്ന ജാതിക്കാരായിട്ട് ഇങ്ങനൊരു ടെമ്പിളിൽ പോകാനോ ഒന്നുള്ള റൈറ്റ്സ് താഴ്ന്ന ജാതിക്കാർക്കില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ സ്വന്തം കുടുംബക്ഷേത്രം എല്ലാ മതത്തിലുള്ള ആളുകൾക്കും മന്നത്ത് പത്മനാഭൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് 1921 ശ്രീമൂലം പ്രജസഭയിലേക്ക് മന്നത്ത് പത്മനാഭനെ നോമിനേറ്റ് ചെയ്തു. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞത് ഹി വാസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹയുടെ പ്രസിഡൻ്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. ദെൻ മുതുക്കുളം സ്പീച്ച് 1947 മുതുക്കുളം സ്പീച്ച് കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ സ്പീച്ച് നടത്തിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. പിന്നെ സവർണജാഥ എന്തിനെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു, വൈക്കം സത്യാഗ്രഹയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. വൈക്കം മുതൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ട്രാവൻകൂർ വരെയായിരുന്നു. ഗാന്ധിൻ്റെ അഡ്വൈസിലൂടെയാണ് അദ്ദേഹം അത് കണ്ടക്ട് ചെയ്തത്. ദെൻ ഹി വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു. ദെൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പർ ആയിട്ടുണ്ടായിരുന്നു. ദെൻ വിമോചന സമരം അല്ലേ, ലിബറേഷൻ മൂവ്മെൻറ്റ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ജീവശിഖ മാർച്ച് അദ്ദേഹം അങ്കമാലി ടു ട്രാവൻകൂർ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും BBC-യിലും അദ്ദേഹം മലയാളത്തിൽ സംസാരിച്ചു. ആൻഡ് ദ പൊളിറ്റിക്കൽ പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഹിം വിത്ത് ദ ഹെൽപ്പ് ഓഫ് R. ശങ്കർ വാസ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ദെൻ ഹിസ് ഓട്ടോബയോഗ്രഫി എന്തായിരുന്നു, എൻ്റെ ജീവിത സ്മരണ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ആൻഡ് നോട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ പഠിച്ച നോട്ട്സാണ് ഞാനതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. സോ ബെറ്റർ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഞാൻ പറയുന്ന എല്ലാം നോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. സോ സീ വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ.